ആവേശഭരിതമായി 2026 ഫിഫ വേൾഡ് കപ്പ് മുന്നോട്ട് പോകുമ്പോൾ നിലവിലെ ചാമ്പ്യൻസായ അർജന്റീന ഇന്ത്യൻ സമയം വ്യാഴാഴ്ച രാവിലെ 6:30 അൾജീരിയക്കെതിരെയാകും വേൾഡ് കപ്പ് ട്രോഫി ഡിഫൻഡ് ചെയ്യാനുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കുക. യുഎസിലെ കാൻസാസ് സിറ്റിയിൽ വെച്ച് നടക്കാൻ പോകുന്ന തങ്ങളുടെ ആദ്യ മത്സരത്തിന് മുന്നോടിയായി അർജന്റീന അവസാനഘട്ട പരിശീലനത്തിലാണ്. ഫോർമാൻ ബാക്ക് ലൈൻ വരുന്ന 4-4-2ഉം 3 സെന്റർ ബാക്കും 2 അറ്റാക്കിംഗ് വിങ് ബാക്കും വരുന്ന 5-3-2 അഥവാ 3-5-2 ഫോർമേഷനും 4-4-2വിനുപരി സ്കലോണി ട്രെയിനിങ്ങിൽ പരീക്ഷിക്കുന്നുണ്ട് എന്നാണ് സൂചനകൾ. എന്തായാലും ആദ്യ മത്സരത്തിൽ അർജന്റീന 4-4-2 ഫോർമേഷനിൽ ഇറങ്ങും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ പരിക്ക് അർജന്റീനയ്ക്ക് ഒരു പ്രധാന പ്രശ്നമായിരുന്നുവെങ്കിലും പ്രധാന താരങ്ങളൊക്കെ 100% ഫിറ്റ്നസിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് എന്ന അപ്ഡേറ്റുകളാണ് അർജന്റീന ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്നത്. അർജന്റീനയുടെ പ്രധാന ലെഫ്റ്റ് ബാക്കായ നിക്കോളാസ് ടഗ്ലിയാഫിക്കോ മാത്രമാണ് നിലവിൽ പരിക്ക് മൂലം പുറത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഫോർമേഷൻ 4-4-2 ആണെങ്കിൽ ക്യൂട്ടി റൊമേറോയ്ക്കൊപ്പം നിക്കോളാസ് ഒട്ടമൻഡിയെ ഇറക്കി 2022 വേൾഡ് കപ്പിലെ കോമ്പിനേഷൻ തന്നെ തുടരുമോ എന്നതും അതോ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഇറക്കി അർജന്റീനയുടെ 2024 കോപ്പ അമേരിക്ക വിജയത്തിൽ നെടുന്തൂണായിരുന്ന ലിസാൻഡ്രോ റൊമേറോ കോമ്പിനേഷൻ സ്കലോണി നിലനിർത്തുമോ എന്നതും കാത്തിരുന്ന് തന്നെ കാണണം. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്കായി നിർണായക പ്രകടനം കാഴ്ചവെച്ച നിലവിൽ ഈ സീസണിൽ മിന്നും ഫോമിലായിരുന്ന ജൂലിയൻ അൽവാറസ് പരിക്ക് മൂലം ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിച്ചിരുന്നില്ല. പരിക്കിൽ നിന്നും റിക്കവർ ആവുന്ന താരം ആദ്യ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തേക്കില്ല എന്ന സൂചനകളും പുറത്തു വരുന്നു. എന്നാൽ പരിക്ക് കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളും കളിക്കാതിരുന്ന ടീമിന്റെ നട്ടെല്ലുകളിൽ ഒന്നായ എമിലിയാനോ മാർട്ടീനസ് പരിക്കിൽ നിന്ന് മുക്തനായി ഈ മത്സരത്തിന് അവൈലബിൾ ആണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എമി തന്നെ സ്റ്റാർട്ട് ചെയ്യുമോ അതോ മുസ്സോയ്ക്ക് അവസരം കൊടുക്കുമോ എന്നതും കാത്തിരുന്ന് തന്നെ കാണണം. അർജന്റീനയുടെ സാധ്യതാ ലൈനപ്പ്: ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടീനസ്, ഡിഫൻസിൽ ക്യൂട്ടി റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, ഫക്കുണ്ടോ മെഡീന, ഒപ്പം നാഹുൽ മൊളീന അല്ലെങ്കിൽ ഗോൺസാലോ മുണ്ടിയേൽ. മധ്യനിരയിൽ ഡീപോൾ, എൻസോ ഫെർണാണ്ടസ്, മക്കാലിസ്റ്റർ, തിയാഗോ അൽമാഡ. മുൻനിരയിൽ മെസ്സി, ലൗറ്റാറോ എന്നിവർക്കാണ് സാധ്യത. കഴിഞ്ഞ 5 വർഷം മാത്രം 4 ട്രോഫികൾ നേടിയ ഇന്റർനാഷണൽ ഫുട്ബോൾ ലോകം ഈ അടുത്ത് കണ്ട ഏറ്റവും മികച്ച ടീമിനെ നിലനിർത്തി അതിലേക്ക് ചില എക്സ്പ്ലോസീവായ യുവതാരങ്ങളെയും കൂട്ടിച്ചേർത്ത് സ്കലോണി ഒരിക്കൽ കൂടി വേൾഡ് കപ്പിൽ തന്ത്രമൊരുക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീനയെ ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഈ മത്സരത്തിലെ നിങ്ങളുടെ പ്രഡിക്ഷനും ഒപ്പം അർജന്റീന ടീമിനെ പറ്റിയുള്ള അഭിപ്രായവും തീർച്ചയായും കമന്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.